ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു അംഗമായിരുന്നു. കുറച്ച് നാൾ മുന്നേ വരെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം തന്നെയായിരുന്നു. നമുക്ക് അവനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ടായിരുന്നു. നമ്മളൊരു നായയെ വളർത്തുന്നതിന് തുല്യമായിരുന്നു ഇവനെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ. പാച്ചു എന്നാണ് പേര്. ഞങ്ങളുമായിട്ട് ഭയങ്കര അടുപ്പമുള്ളൊരു മൃഗമായിരുന്നു. പോത്തിനോട് ഭേദം ഊതിയിട്ട് കാര്യമില്ലെന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ പറയുമല്ലോ. പക്ഷേ ഇവനാണെങ്കിൽ പോത്തെന്ന് പറഞ്ഞാലും ഇവന് നമ്മളോട് നല്ല സ്നേഹമുള്ളൊരു മൃഗമായിരുന്നു. ഇപ്പം നമ്മൾ വന്നിട്ട് വീട്ടിൽ വരുമ്പം ഞാനെങ്ങാനും വന്നിട്ട് പാച്ചു എന്തേ പാച്ചു എവിടെ പോയെന്ന് ചോദിക്കുമ്പോഴത്തേന് ഇല്ലെങ്കിൽ വിളിക്കുമ്പോഴത്തേന് അവൻ എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ എഴുന്നേറ്റ് നമ്മളൊരു നോട്ടമുണ്ട്. പിന്നെ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് കെട്ടിയിരിക്കുമായിരിക്കും. വണ്ടിയുടെ ഹോണടി കേൾക്കുമ്പോഴേ ഇവന് ചാടി എഴുന്നേറ്റൊരു നോട്ടമൊക്കെ ഉണ്ട്. അപ്പം അവൻ്റെ ആരോ വന്നതുപോലെ അവൻ്റെ ആ ഒരു സ്നേഹവും ആ തുള്ളിച്ചാട്ടമൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു അത് കാണുമ്പം. പക്ഷെ നമുക്ക് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമൊക്കെ വന്നപ്പം ഇവനെ നമുക്ക് കൊടുക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ അവനെ നിർത്തിയേനേയും. പക്ഷേ ബുദ്ധിമുട്ട് വന്നപ്പം നമുക്ക് അവനെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് കൊടുത്ത്. പക്ഷേ അന്ന് ഇവനെ കൊണ്ടുപോയപ്പോൾ തന്നെ വീട്ടിലെല്ലാം കുഞ്ഞുങ്ങളും എല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങളെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു. ആഹാരം പോലും കഴിക്കാതെ ഞങ്ങൾ 2 ദിവസം കരഞ്ഞു കൂവിയിരുന്നു. അത്രയ്ക്ക് സ്നേഹമുള്ളൊരു മൃഗമായിരുന്നു കേട്ടോ പാച്ചു. സ്നേഹമുള്ള പാച്ചുവായിരുന്നു ഇവനെ.